ഹലോ, വെൽക്കം ബാക്ക്. ബിനോദ് ജെയിംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 21 പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ പെൻറ്റഗൺ എ ബി സി ഡി ഇ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. സൈഡ് എ ബി ആൻഡ് സൈഡ് എ ഇ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് സി ഡി എക്സ്റ്റെൻഡഡ് അറ്റ് പി ആൻഡ് ക്യൂ. അതായത് സൈഡ് എ ബിയും സൈഡ് എയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സി ഡി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ലൈനിനെ പി എന്ന പോയിന്റിലും ക്യൂ എന്ന പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ആൻഡ് ഇ ക്യു ഡി ഈക്വൽ? വൈ? അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ചു. 3 കണ്ടീഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് ബി സിയും ഇ ഡി ഈക്വൽ ആണെന്ന് പറയുന്നുണ്ടല്ലേ. ബി സി ആൻഡ് ഇ ഡി ആർ ഈക്വൽ. വാട്ട് ഇസ് ദ റീസൺ? Given that the sides of this pentagon are equal, so the side BC and side ED are equal. പെന്റഗണിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾസ് എല്ലാം എക്സ് ആയിട്ട് എടുക്കാം. ഐ ടേക്ക് ഈച്ച് ഓഫ് ദീസ് ആംഗിൾസ് എക്സ്. ഇനി ഇവിടെ ഈ രണ്ട് ആംഗിൾസ്, ദീസ് ടു ആംഗിൾസ്, ദേ ഫോം എ ലീനിയർ പെയർ. ഈ രണ്ട് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. കാരണം they are pairs of angles formed on a straight line. It is called a linear pair. So ഇവിടെ ആംഗിൾ എ ബി സി എക്സ് ആണെങ്കിൽ ആംഗിൾ പി ബി സി എന്തായിരിക്കും? ആംഗിൾ പി ബി സി ടോട്ടൽ സം 180. സിൻസ് ഇറ്റ് ഈസ് എക്സ്, ഇറ്റ് ഈസ് 180 മൈനസ് എക്സ് ആയിരിക്കും. ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിൾ ഏത് തന്നെയായിരിക്കും? ഇത് ലീനിയർ പെയർ ആണ്. അതുകൊണ്ട് ഇത് എക്സ് ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഈ ആംഗിളും ഇതും ലീനിയർ പെയർ ആണ്. ഇത് എക്സ് ആയതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. സിൻസ് ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ഓൾസോ 180 മൈനസ് എക്സ് ആയിരിക്കും. ആംഗിൾ പി ബി സി ആണ് നമ്മൾ എഴുതിയത്. ബാക്കി ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി സി പി 180 മൈനസ് എക്സ് ആയിരിക്കും. ആംഗിൾ ഇ ഡി ക്യൂ, അതുപോലെ ആംഗിൾ ഡി ഇ ക്യു, ഓൾ ദീസ് ആർ ഈക്വൽ ആൻഡ് ദേ ആർ ഈക്വൽ ടു 180 മൈനസ് എക്സ് ബിക്കോസ് ഓൾ ദീസ് ആംഗിൾസ് ഫോം എ ലീനിയർ പെയർ. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾ സെപ്പറേറ്റ് ഡയഗ്രം ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. Here I have drawn separate diagram of triangle BPC and triangle EQD. ഇവിടെ നമുക്ക് ബി സിയും ഇ ഡിയും ഈക്വൽ ആണെന്ന് ഓൾറെഡി കിട്ടി. ഇനി ആംഗിൾസ് ചെക്ക് ചെയ്യാം. ഇതിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസ് ചെക്ക് ചെയ്യാം. ഈ എൻഡിലെ ആംഗിൾ ആംഗിൾ പി ബി സി, അതുപോലെ തന്നെ ഈ എൻഡ് ആംഗിൾ ക്യു ഇ ഡി, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. ബോത്ത് 180 മൈനസ് എക്സ് ആണ്. അതുപോലെ ഈ എൻഡിലെ ആംഗിൾ ബി സി പി, ആംഗിൾ ഇ ഡി ക്യു, അതും 180 മൈനസ് എക്സ് ആണ്. അതായത് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഒരു സൈഡും ആ സൈഡിൻ്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പം നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. So we can say in this way, one side and angles at its ends of these triangles are equal. Therefore, these are equal triangles. Therefore, the sides of triangle BPC are equal to sides of triangle EQD. This is all we have to prove in first question. അടുത്ത നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. Are the sides of AP and AQ of triangle APQ equal? അതായത് ഈ വലിയ ട്രയാങ്കിൾ എ പി ക്യൂവിൻ്റെ സൈഡ് എ പിയും എ ക്യൂവും ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എ ബിയും എ ഇ ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. ഇവിടെ എ ബിയും എ ഇയും ഈക്വൽ ആണ്. ഹിയർ എ ബി ഈസ് ഈക്വൽ ടു എ ഇ. വാട്ട് ഇസ് ദ റീസൺ? Because given that the sides of this pentagon are equal.
given sides of the pentagon are equal. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ ബി പി സിയും ട്രയാങ്കിൾ ബി പി സി ആൻഡ് ട്രയാങ്കിൾ ഇ ക്യു ഡി, ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. തുല്യമായിട്ട് വരുന്ന ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. കൺസിഡർ ദീസ് ടു ആംഗിൾ ബി സി പി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ ഡി ക്യു. ഇനി ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. therefore ആംഗിൾ ബി സി പി ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? ബി പി ആയിരിക്കും. സൈഡ് ബി പി ഈസ് ഈക്വൽ ടു, അതുപോലെ തന്നെ ആംഗിൾ ഇ ഡി ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇ ക്യു ആയിരിക്കും അല്ലേ. ഞാൻ ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. ഇനി ഈ രണ്ട് ഇക്വേഷൻ വീണ്ടും ഞാൻ എടുത്തിരുന്നു. വി ഹാവ് ദീസ് ടു ഇക്വേഷൻസ്. എ ബി ഈസ് ഈക്വൽ ടു എ ഇ ആൻഡ് ബി പി ഈസ് ഈക്വൽ ടു ഇ ക്യു. ഇക്വേഷനായിട്ട് വേണ്ട നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഐ എം ഗോയിങ് ടു ആഡ് ദീസ് ടു ഇക്വേഷൻ. ശ്രദ്ധിക്കുക, എ ബി പ്ലസ് ബി പി. ഈ ഡയഗ്രാം നോക്കാം. എ ബി പ്ലസ് ബി പി, എ ബി എന്ന സൈഡും ബി പിയും ആഡ് ചെയ്താൽ കിട്ടുന്നത് ഈ ടോട്ടൽ ലെങ്ത് എ പി ആയിരിക്കും അല്ലേ, എ പി. അതുപോലെ എ ഇയും ഇ ക്യൂ, എ ഇ ആൻഡ് ഇ ക്യൂ, എ ഇ ക്യൂ ആഡ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ ലെങ്ത് എ ക്യൂ ആയിരിക്കും. രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യാൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്താൽ മതി, അതുപോലെ തന്നെ റൈറ്റ് സൈഡും ആഡ് ചെയ്താൽ മതി. ആഡിങ് ലെഫ്റ്റ് സൈഡ്, ആഡിങ് റൈറ്റ് സൈഡ്. എ ബി പ്ലസ് ബി പി ഈസ് എ പി, എ ഇ പ്ലസ് ഇ ക്യൂ ഈസ് എ ക്യൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്, ആർ ദ സൈഡ്സ് എ പി ആൻഡ് എ ക്യൂ ആർ ഈക്വൽ? യെസ്, ദേ ആർ ഈക്വൽ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദ ക്വാഡ്രിലാറ്റർ എ ബി സി ഡി, എ ബി ആൻഡ് ഡി സി ആർ പാരലൽ. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ദ സൈഡ്സ് എ ബി ആൻഡ് ഡി എം extended meet at N. First question, are the areas of triangle DCM and triangle BMN equal? അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയാസ് ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. വൈ? വാട്ട് ഇസ് ദ റീസൺ? നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ DCM ആൻഡ് triangle BMN. If I consider the triangle DCM and triangle BMN, CM and BM are equal. CM is equal to BM. Can you say what is the reason? M BC യുടെ മിഡ് പോയിന്റ് ആണെന്ന് പറയുന്നുണ്ടല്ലേ, അതുകൊണ്ട് ഈ രണ്ട് പോർഷൻസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ രണ്ട് ആംഗിൾസ്, what kind of angles are there? രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ആംഗിൾ സി എം ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എം എൻ. They are vertically opposite angles, short form for vertically opposite angle. രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അത് ഈക്വൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ദസ് ലൈൻസ് ഡി സി ആൻഡ് എ ബി ആർ പാരലൽ. ഡി സിയും എ ബിയും പാരലാണ്. എ ബി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ഈ ലൈൻ കിട്ടുന്നത്. ഇപ്പൊ ടു പാരലൽ ലൈൻസ് കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ ലൈൻ. So angles formed like this. These angles are equal here. ഇങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾസിന് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. വാട്ട് ഇസ് ദ റീസൺ? When two parallel lines are cut by a transversal line, the alternate angles formed are equal. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ DCM, ആംഗിൾ DCM
is equal to angle NBM. They are alternate angles. Since the lines are parallel, alternate angles are equal. So we got one side and angles at its end. ഈ ആംഗിളിന് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഇതിന് ഈക്വൽ ആണ്. ഒരു സൈഡും ആ സൈഡിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസും വേറൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും ആ സൈഡിന്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസിനും ഈക്വൽ ആണ് നമുക്ക് കിട്ടി. So these two triangles are equal triangles. So we got one side and angles at its ends of these triangles are equal. Therefore these triangles are equal. Triangles, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. കാരണം ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. ഏരിയാസ് ഓഫ് triangle DCM and triangle BMN are equal. Second question ഇതാണ്. What is the relation between the areas of the quadrilateral ABCD and the triangle ADN? ABCD എന്ന ക്വാഡ്രിലാറ്ററിന്റെ ഏരിയയുടെയും ട്രയാങ്കിൾ ADN-ന്റെ ഏരിയയുടെയും റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ ട്രയാങ്കിൾ DCM-ന്റെ ഏരിയ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വാഡ്രിലാറ്ററൽ ABCD-യുടെ ഏരിയ ഈ ട്രയാങ്കിൾ DCM-ന്റെ ഏരിയയുടെയും ഈ ABMD-യുടെ ഏരിയയുടെയും സം ആയിരിക്കും അല്ലേ. ഈ ABMD ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഫോർ സൈഡ്സ് ആർ there. So we can say quadrilateral ABCD's area is the sum of the area of quadrilateral ABMD and triangle DCM. So we can say area of quadrilateral ABCD is sum of the area of quadrilateral ABMD. Quadrilateral ABMD plus area of triangle DCM. ഇവിടെ ഞാൻ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABMD അതുപോലെ തന്നെ എഴുതുന്നു. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABMD. നമ്മൾ ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടു. ഏരിയ ഓഫ് ട്രയാങ്കിൾ DCM ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BMN. അപ്പോൾ ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DCM-ന് പകരമായിട്ട് നമുക്ക് ഏത് എഴുതാൻ പറ്റും? ഏരിയ ഓഫ് ട്രയാങ്കിൾ BMN എന്ന് എഴുതാം അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ BMN. Because we proved that these two triangles have same area. ഇനി ഈ രണ്ട് ഏരിയ കമ്പൈൻ ചെയ്ത് നോക്കാം. ക്വാഡ്രിലാറ്ററൽ ABMD ഈ പോർഷൻ, അതുപോലെ തന്നെ ട്രയാങ്കിൾ BMN ഈ ട്രയാങ്കിൾ, ഈ രണ്ട് ഏരിയകളിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ക്വാഡ്രിലാറ്ററൽ ABMD-യുടെ ഏരിയയും ട്രയാങ്കിൾ BMN-ന്റെ ഏരിയയും കൂടി ചേരുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? ഈ വലിയ ട്രയാങ്കിൾ ADN-ന്റെ ഏരിയ ആയിരിക്കും അല്ലേ. ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് triangle ADN. So what is the relation we got between the areas of quadrilateral ABCD and triangle ADN? We got that area of quadrilateral ABCD is same as area of triangle ADN. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. Are the two diagonals of a rectangle equal? Why? ഒരു റെക്റ്റാങ്കിളിന്റെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കുമോ? കാരണം എന്താണ്? ഈക്വൽ ആണെങ്കിൽ കാരണം എന്താണ്? Here I have drawn a rectangle ABCD here. ഞാനിവിടെ റെക്റ്റാങ്കിൾ ABCD വരച്ചിട്ടുണ്ട്. AC and DB are the diagonals of this rectangle. Let ABCD be the rectangle. ഈ റെക്റ്റാങ്കിൾ ABCD ആയിട്ട് എഴുതാം. ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ABC. If we consider these two triangles, നമുക്കറിയാം ഇവിടെ AD-യും BC-യും ഈക്വൽ ആയിരിക്കും അല്ലെ. AD and BC are equal because they are opposite sides of a rectangle. AD and BC are equal, opposite sides of rectangle.
അതുപോലെ തന്നെ ഈ ആംഗിൾ, what can you say about this angle? Each angle in a rectangle is 90 degree. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ്, ആംഗിൾ എയും ആംഗിൾ ബി ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ എന്ന് പറഞ്ഞാലാണ് ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡി, ആംഗിൾ എ ബി സി. These two angles are equal because both 90 degree. അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളിലും പൊതുവായ വശമാണ് എ ബി, കോമൺ സൈഡാണ്. സോ എ ബി ഈസ് ഈക്വൽ ടു എ ബി, എ ബി ഈസ് ഈക്വൽ ടു എ ബി, കോമൺ സൈഡ് ഫോർ ബോത്ത് ട്രയാങ്കിൾസ്. So we got like this, in these two triangles, two sides and the angle made by these sides are equal. ഇവിടെ ഈ ആംഗിൾ 90 degree. How this 90 degree angle is formed here? Here 90 degree angle is formed by these two sides. അതുപോലെ തന്നെ ഇവിടെ 90 degree angle ഫോം ചെയ്യുന്നത് ഈ രണ്ട് സൈഡ്സ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു, ഈ രണ്ട് ട്രയാങ്കിളില് രണ്ട് സൈഡ്സും ആ സൈഡ്സ് ഫോം ചെയ്യുന്ന ആംഗിൾസും ഈക്വൽ ആണ്. സോ വി ഗോട്ട് ലൈക്ക് ദിസ്, ടു സൈഡ്സ് ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദ സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കുമല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore തേർഡ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഈ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിൻ്റെ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരിക്കും. Therefore the third sides are also equal. Here third side is BD and here third side is AC. BD and AC are the diagonals. That is, diagonals of a rectangle are equal. So we proved that diagonals of a rectangle are equal. Hope that you understood today's class. Contact me if you have any doubt. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അവിടെ കൊടുത്തിരിക്കുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.